ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ 8075677339 8590630709. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ സ്ഥിരം അപകട മേഖലയായ പാലക്കാട് വ്യാസ സ്റ്റോപ്പ് നവീകരണം പൂർണ്ണതയിലേക്ക്. 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം പാലക്കാട് വ്യാസ സ്റ്റോപ്പ് പ്രദേശം നവീകരണം പൂർത്തിയാക്കിയത്. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ പാലക്കാട് വ്യാസ സ്റ്റോപ്പ് പരിസരം സ്ഥിരം അപകട മേഖലയായി മാറിയതിനെ തുടർന്നാണ് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം മേഖലയെ അപകടരഹിതമാക്കുവാൻ അടിയന്തര നടപടി സ്വീകരിച്ചത്. അപകടത്തിൽ ജീവൻ വരെ പൊലിഞ്ഞ സംഭവങ്ങൾ ഉണ്ടായതോടെയാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യപ്രകാരം പൊതുമരാമത്ത് അടിയന്തര ഇടപെടൽ നടത്തിയത്. 1 മാസത്തോളം സമയമെടുത്താണ് പൊട്ടിപ്പൊളിഞ്ഞ ഡിവൈഡറുകൾ പുനഃസ്ഥാപിക്കുകയും സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തത്. 3 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം നവീകരണം പൂർത്തിയാക്കിയത്. കാടുമൂടിക്കിടന്ന് ഡിവൈഡറുകൾ വൃത്തിയാക്കി വാഹനങ്ങളിൽ ഇടിച്ചു തകർന്ന ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് പുനർനിർമ്മിച്ചു. തുടർന്ന് പെയിന്റ് അടിച്ച് റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചു. കൂടാതെ റോഡിന്റെ ഇരുദിശകളിലും അപകട മുന്നറിയിപ്പ് സൂചന നൽകാൻ സൗരോർജ്ജ ബ്ലിങ്കറുകളും സ്ഥാപിച്ചു. പ്രദേശത്ത് മാഞ്ഞുപോയിരുന്ന സീബ്ര ലൈനുകൾ വരയ്ക്കുകയും ബസ് ബേ ലൈൻ പുനഃസ്ഥാപിക്കുകയും ഡിവൈഡറുകൾക്ക് ഇരുവശവുമുള്ള എഡ്ജ് ലൈനുകൾ മാർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്ത ഭാഗങ്ങളിൽ റിഫ്ലക്ടർ സ്റ്റഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വശത്ത് ഡിവൈഡറുകൾ എത്തുന്നതിന് മുൻപ് ആധുനിക രീതിയിലുള്ള 20ഓളം സ്പ്രിംഗ് പോസ്റ്റുകളും സ്ഥാപിക്കുന്നുണ്ട്. വാഹനം തട്ടിയാലും ഒടിഞ്ഞു പോകാത്ത റബ്ബറിന്റെ സ്പ്രിംഗ് പോസ്റ്റുകളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ മേഖലയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. പാലക്കാട് വ്യാസ സ്റ്റോപ്പ് പരിസരത്ത് ഉണ്ടാകാറുള്ള അപകടങ്ങൾ പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന്റെ കൃത്യതയോടെയുള്ള ഇടപെടൽ മൂലം ഇല്ലാതായെന്ന് വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഡിവിഷൻ കൌൺസിലറുമായ PR അരവിന്ദാക്ഷൻ പറഞ്ഞു. പാലക്കാട് വ്യാസ കോളേജ് സ്റ്റോപ്പ് പരിസരം ഡിവൈഡറിന് സമീപം ആഴ്ചയിൽ 3 ആക്സിഡന്റുകളും തുടർച്ചയായിരുന്നു. PWയുടെ വളരെ കൃത്യമായ ഇടപെടലിൻ്റെ ഭാഗമായി ഇപ്പോൾ അവരുടെ മെയിൻ്റനൻസ് ഫണ്ടിൽ നിന്നും ഫണ്ട് വകയിരുത്തി സീബ്ര ലൈൻ ഡിവൈഡർ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തെന്ന ആവശ്യമായ റിഫ്ലക്ടറെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു. 2 ദിക്കിൽ നിന്നും വാഹനങ്ങൾക്ക് സിഗ്നൽ എന്ന നിലയ്ക്ക് സോളാറിൻ്റെ 2 ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ ഇന്ന് വരെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. ഇത് മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ്. PW ചെയ്യേണ്ടതുമാണ്. ഇനി ഡ്രൈവിംഗ് ചെയ്യുന്നവരുടെ ശ്രദ്ധയാണ് ആവശ്യം. ആവശ്യത്തിന് സിഗ്നലുണ്ട്. ഇനി ഉണ്ടാകുന്ന അപകടങ്ങൾ അവർ വരുത്തി വയ്ക്കുന്നതാണ്. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നല്ല ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇനിയും അത്താണിയും പത്താങ്കല്ല് വടക്കാഞ്ചേരി വിവിധ സ്ഥലങ്ങളിലൊക്കെ സീബ്രലയും വരയ്ക്കേണ്ടതുണ്ട്. PW ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് തന്നെ അവർ ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വാഹനങ്ങളുടെ ഡ്രൈവർമാർ കൂടി ശ്രദ്ധിച്ചാൽ അപകടരഹിത മേഖലയായി ഇവിടം മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. VCV ന്യൂസ്, പാർലിക്കാട്. You are watching VCV News.